സത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഈ ക്രൈസിസോട് ഞാൻ പറയുന്നതാണ്, പാകിസ്ഥാൻ ഡീപ്പായിട്ടുള്ള എക്കണോമിക് ക്രൈസിലാണ്. അവിടെ ആട്ട കിട്ടുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അവിടെ ഗ്യാസ് ഉണ്ട്, അവർ ബലൂണുകളിനകത്ത് ഗ്യാസ് നിറച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആട്ടയില്ല, വെള്ളമില്ല, അഗ്രികൾച്ചർ പോയി കിടക്കുന്നു, ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്. ഈ ഒസാമ ബിൻ ലാദൻ പോലെ എല്ലാവർക്കും ആദ്യം ആംസും അമ്മ്യൂണിക്കേഷനും വെപ്പൺസും കൊടുത്തത് ഈ അമേരിക്ക തന്നെയാണ്. എന്തുകൊണ്ട് കാശ്മീരിനെ പാകിസ്ഥാന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചുകൂടാ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പഞ്ചാബിൽ ഇപ്പോൾ വളരെയധികം ഡ്രഗ് പ്രോബ്ലം ഉണ്ട്. ഈ ഡ്രഗ് പ്രോബ്ലത്തിൻ്റെ ഒരു വലിയ റീസണും ISI തന്നെയാണ്. അപ്പം ഇവിടെ നിങ്ങൾ കാണുന്ന മിഡിൽ ഈസ്റ്റ്, ഇസ്രായേൽ, ഇന്ത്യ, ഈ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ USA നോക്കുന്നുണ്ട്. രണ്ട് സ്ഥലത്തും നമുക്കിത് കാണാം. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന സൗദി അറേബ്യ എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനോടുള്ള ഒരു അടുപ്പം ഈ ഇടയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സൗദിയിലെ രാജാവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാർ ഓടിക്കാൻ ഡ്രൈവറായിട്ടിരിക്കുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരിക്കും. ഇമ്രാൻഖാൻ ഇങ്ങനെ സൗദി പ്രിൻസ് വന്നപ്പോൾ, രാജാവോ പ്രിൻസ് വന്നപ്പോൾ ഇമ്രാൻഖാനാണ് വണ്ടി ഓടിച്ചത്. ചിലപ്പോൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ വലിയ അറ്റാക്കുകളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു അറ്റാക്ക് ഉണ്ടാവാനുണ്ടായ കാരണം? ഇതിൻ്റെ റീസൺസ് പലതാണ്. ഏറ്റവും വലിയ റീസൺ പാകിസ്ഥാൻ്റെ ഇൻ്റർണൽ സിറ്റുവേഷൻ തന്നെയാണ്. പാകിസ്ഥാൻ അകത്ത് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പലയിടത്തും പ്രശ്നമുണ്ട്. ഒന്ന്, ഇമ്രാൻഖാൻ, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അവിടെ വലിയ പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അകത്താണ്, ഈസ് ഇൻ ജയിൽ. ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ വലിയ ഒച്ചപ്പാടും ബഹളം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അവരുടെ ബലൂചിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും അവിടുത്തെ ജനങ്ങളും പല ഫോഴ്സസും പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ കാരണം എന്താ? നിങ്ങൾ പാകിസ്ഥാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ ഡോമിനേഷൻ നിങ്ങൾക്ക് കാണാം. പഞ്ചാബീസാണ് പാകിസ്ഥാനെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ മിലിറ്ററി എടുത്താലും അവരുടെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എടുത്താലും പഞ്ചാബികൾ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ബലൂചിസ്ഥാൻ്റെ ഒക്കെ പ്രശ്നം എന്താ? ബലൂചിസ്ഥാനിലൊക്കെ വളരെയധികം മിനറൽസും റിസോഴ്സസും ഉണ്ട്. പക്ഷേ ഡെവലപ്മെൻറ്റ് എവിടെ നടക്കുന്നുള്ളൂ? പഞ്ചാബികൾക്കാണ് ഡെവലപ്മെൻറ്റ് കിട്ടുന്നത്. ഡെവലപ്മെൻറ്റ് എവിടെയൊക്കെ എത്തുന്നില്ല? ബലൂചിസ്ഥാനിലേക്ക് എത്തുന്നില്ല. അവരുടെ റിസോഴ്സസ് എടുക്കും, യൂസ് ചെയ്യും. അതുമല്ല, ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും പലപ്പോഴും ഈ സ്ഥലങ്ങളിലൂടെ പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ബെനിഫിറ്റ് ബലൂച്ചികൾക്ക് കിട്ടുന്നില്ല. അവരുടെ കൾച്ചറും ഡിഫറൻ്റ് ആണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യുക? അവരുടെ കൾച്ചറിനെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവരുടെ റിസോഴ്സിനെ എടുക്കുകയാണ്, അവർക്കൊരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും കൊടുക്കുന്നില്ല. ബലൂച്ചികളുടെ മേജർ പ്രോബ്ലം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ വർക്ക് ചെയ്യും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബലൂചിസ്ഥാനിലൊക്കെ ആൾക്കാർ മിസ്സിങ് ആവുന്ന ഒരു കേസുണ്ട്. അതായത് പാക് പട്ടാളക്കാർ എന്ത് ചെയ്തു? ബലൂച്ചുകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. ഈ ഡെമോഗ്രഫിക് ഇൻവേർഷൻ്റെ എക്സാമ്പിൾ നമുക്ക് ബലൂചിസ്ഥാൻ കാണാം, ഗിൽഗിട്ടിലും ഇത് കാണാം. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ബലൂചിസ്ഥാൻ്റെ കൾച്ചർ ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഓഫീസേഴ്സ് അവരുടെ ആർമിയിൽ നിന്നോ നേവിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഈ ഫാമിലികളെ എവിടെ കൊണ്ട് സെറ്റിൽ ചെയ്യിക്കും? ബലൂചിസ്ഥാനിൽ സെറ്റിൽ ചെയ്യിക്കും, ചിലപ്പോൾ ഗിൽഗിട്ടി സെറ്റിൽ ചെയ്യിക്കും. അപ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചറിനെ അവരെന്ത് ചെയ്യാൻ പോകുകയാണ്? ഈ പഞ്ചാബി കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കൾച്ചറിനെ അടിച്ചു കഴിഞ്ഞാൽ ആരായാലും എന്ത് ചെയ്യും? തിരിച്ചടിക്കും. ഇതേ സാധനം തന്നെയാണ് ചൈന ടിബറ്റ് ചെയ്യുന്നത്. ടിബറ്റിയൻ കൾച്ചർ ചൈനീസ് കൾച്ചറുമായിട്ട് വ്യത്യാസമാണ്. ചൈനയുടെ ഹാൻഡ് കൾച്ചർ അല്ല ടിബറ്റിൻ്റെ കൾച്ചർ. ആ കൾച്ചറിനെ ചൈന തിരുത്താൻ നോക്കുക. ടിബറ്റിലേക്ക് ചൈന ഹാൻഡ് കൾച്ചറുള്ള സാധാ ചൈനക്കാരെ കൊണ്ട് പാർപ്പിക്കുന്നു. അവിടെ മാൻഡാറിൻ ഭാഷ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇത് തന്നെയാണ് ബലൂചിസ്ഥാനും പാകിസ്ഥാനും ചെയ്യുന്നത്. അവരുടെ റിസോഴ്സുകളെല്ലാം ഊറ്റുക. പിന്നെ ചൈന പാകിസ്ഥാൻ കോറിഡോറുകൾ, മെയിനായിട്ടുള്ള ചില പ്രോജക്റ്റുകളെല്ലാം ഈ ബലൂചിസ്ഥാനിൽ കൂടെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വളരെയധികം ബലൂച്ചുകൾ എതിർക്കുന്നത്. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിൽ പല ഫോഴ്സുകളുണ്ട്. ബലൂചിസ്ഥാൻ ടൈഗർ ഉണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ട്. ഇവരെ പറ്റി നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ. കാരണം പാകിസ്ഥാൻ്റെ ക്വറ്റയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ട്രെയിൻ പോകുന്ന സമയത്ത്, ക്വറ്റ പേഷാവർ ട്രെയിൻ, ആ ട്രെയിന് BLA ഹൈജാക്ക് ചെയ്യുകയും പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇതിൻ്റെ പുറകിൽ റോയാണെന്നാണ് പാകിസ്ഥാൻ മാർക്ക്. ഇത് തെറ്റാവാം, ശരിയാവാം, നമുക്ക് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം എന്നുള്ള പോലെ നമുക്കെല്ലാം ഇതറിയാം. അപ്പോൾ എന്തായാലും ബലൂച്ചികൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാകിസ്ഥാനെതിരെ പ്രതിഷേധം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഞ്ചാബി കൾച്ചർ കാരണം ബലൂച്ചികൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഇനി പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ തന്നെ ചില വിഭാഗങ്ങൾ ആരുടെതിരെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ പാകിസ്ഥാനെതിരെയാണ്. സിന്ധികളും പ്രവർത്തിക്കുന്നുണ്ട്. ആരുടെതിരെ? പാകിസ്ഥാനെതിരെ. കാരണം അവിടെ ഇപ്പം നദികളെ ഡൈവേർട്ട് ചെയ്യുന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നദികൾ ഡൈവേർട്ടഡ് ആവുകയോ അവിടെ പ്രോജക്ട്സ് നിർമ്മിക്കുക ചെയ്താൽ അതിൻ്റെ ഗുണവും പഞ്ചാബീസിന് കിട്ടാൻ പോകുന്നത്. സിന്ധികൾക്ക് വെള്ളം ഓൾറെഡി കുറവുണ്ട്, അവിടെ ഇത് കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ഇഷ്യൂസ് എവിടെ ഉണ്ട്? പാകിസ്ഥാനിലുണ്ട്. ഓക്കെ, സോ കുറേ ഇൻറ്റേർണൽ ഇഷ്യൂസ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആർമിക്കെതിരെ ജനം നിൽക്കുവാണ്. അപ്പോൾ ആർമിക്ക് എപ്പോഴും ജനങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഒരാർമിക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാനുള്ള ഒരു മാർഗ്ഗം എന്താണ്? കോമൺ ആയിട്ടുള്ളൊരു ശത്രു ഉണ്ടെന്ന് തെളിയിക്കുക. ഈ ശത്രുവിനെതിരെ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് പറയാം. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു യുദ്ധം ആവശ്യമാണ്, ലിമിറ്റഡ് വാർ. ഒരു യുദ്ധം വന്നാൽ എന്ത് പറ്റും? അവർ പ്രതീക്ഷിക്കുന്നത് ബലൂച്ചികളാണെങ്കിലും ഗിൽഗിട്ടിലുള്ളവരാണെങ്കിലും ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലുള്ളവരാണെങ്കിലും
ഈ പറയുന്ന സിന്ധികളാണെങ്കിലും വേറെ സറായികൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ആരായാലും ഇവരെല്ലാം യൂണിഫൈ ചെയ്ത് പാകിസ്ഥാൻ ആർമിയുടെ പുറകെ നിൽക്കും. പാകിസ്ഥാനിൽ പിന്നെയും യൂണിറ്റ് വരും. സത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഈ ക്രൈസിസോട് ഞാൻ പറയുന്നതാണ്, പാകിസ്ഥാൻ ഡീപ്പായിട്ടുള്ള എക്കണോമിക് ക്രൈസിലാണ്. അവിടെ ആട്ട കിട്ടുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അവിടെ ഗ്യാസ് ഉണ്ട്, അവർ ബലൂണുകളിനകത്ത് ഗ്യാസ് നിറച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആട്ടയില്ല, വെള്ളമില്ല, അഗ്രികൾച്ചർ പോയി കിടക്കുന്നു, ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്. ഇവരെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? പലപ്പോഴും സൗദി അറേബ്യയുടെ ഭിക്ഷ കൊണ്ടും IMFന്റെ ഭിക്ഷ കൊണ്ടും ഒക്കെയാണ് ഇവർ പലപ്പോഴും ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇക്കണോമിക് പ്രശ്നമുണ്ട്, പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്. ഇമ്രാൻഖാൻ്റെ പ്രശ്നം, ഇക്കണോമിക് പ്രശ്നം, ബലൂചിസ്ഥാൻ്റെ പ്രശ്നം, സിന്ധിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവരാകെ ഉള്ളിൽ നിന്ന് തകർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ തമ്മിൽ പ്രശ്നമാണ്. ഇതിനെ യുണൈറ്റ് ചെയ്യാനും പാക് പട്ടാളത്തിനെ രക്ഷകനായിട്ട് കാണിക്കാനും ഇതിനൊക്കെ വേണ്ടി ദേ വാണ്ട് എ ലിമിറ്റഡ് വാർ. ഇതിന് വേണ്ടി ഇവരുണ്ടാക്കിയ പ്രൊവക്കേഷനാണ് ഇപ്പം നമ്മൾ കണ്ട പെഹൽഗാം അറ്റാക്ക്. പിന്നെ ചില ബാഹ്യശക്തികളും ഇതിൻ്റെ പുറകിലുണ്ടാവാം. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ, അതായത് പണ്ട് കാലത്ത് ഇവർ അമേരിക്കയ്ക്കും ബ്രിട്ടനൊക്കെ വേണ്ടിയിട്ട് ടെററിസം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ഇപ്പോഴും ഉണ്ടാവുമോ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്താണ് ലാഭം? ടെററിസത്തെ ഒരു ഫോറിൻ പോളിസി ആയിട്ട് പാകിസ്ഥാനല്ല പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഇസ് എ റിയാലിറ്റി, ഇറ്റ് ഇസ് എ സാഡ് റിയാലിറ്റി. നമ്മുടെ ടെററിസത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ടെററിസത്തിന് സ്വന്തമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. കാരണം പല രാജ്യങ്ങളും ടെററിസത്തെ ഡിഫൈൻ ചെയ്യുന്ന പല രീതിയിലാണ്. ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻ പലപ്പോഴും ഇന്ത്യ സഹിതം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പല രാജ്യങ്ങളെ അതിനെ എതിർക്കുന്നത് എന്താണെന്നറിയാമോ? അവർ ചെയ്യുന്ന പല ആക്ടിവിറ്റികളെ ടെററിസമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കണക്കാക്കാൻ കഴിയുന്നത്. അപ്പോൾ ടെററിസത്തിന് ഡെഫിനിഷൻ കോമൺ ആക്കിയാൽ ഈ രാജ്യങ്ങളെല്ലാം ചെയ്യുന്ന എന്തായി മാറും? ടെററിസം തന്നെയായി മാറും. ഇതിന് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അഫ്ഗാനിസ്ഥാനിൽ USSR കയറുന്നു. USSR ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. USSRും അമേരിക്കയും തമ്മിൽ, USA തമ്മിൽ കോൾഡ് വാർ നടക്കുകയാണ്. അപ്പോൾ USSRനെ എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് തോൽപ്പിക്കണം. അപ്പോൾ ആരുടെ ആശ്രയിച്ചു? അമേരിക്ക. സോവിയറ്റ് പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ കയറിയപ്പോൾ പാകിസ്ഥാനുമായിട്ടും സൗദി അറേബ്യയുമായിട്ട് ആരല്ലേ ചെയ്തു? നമ്മുടെ USA അലേ ചെയ്തു. അലേ ചെയ്തിട്ട് മുജാഹിദിനുകളെ വിളിച്ചു വരുത്തി, അവരെ ഡെവലപ്പ് ചെയ്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഈ ഒസാമ ബിൻ ലാദൻ പോലെ എല്ലാവർക്കും ആദ്യം ആംസും അമ്മ്യൂണിക്കേഷനും വെപ്പൺസും കൊടുത്തത് ഈ അമേരിക്ക തന്നെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇവർ ടെററിസത്തെ പ്രൊമോട്ട് ചെയ്തു, മുജാഹിദിനുകളെ വളർത്തി, മുജാഹിദിനുകൾ ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഇവർ കയറി USSRനെ ഇവിടുന്ന് തുരത്തുവാണ്. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ മൊത്തം പ്രശ്നം. താലിബാനുമായിട്ട് നിങ്ങളിത് കാണരുത്, താലിബാൻ ഡിഫറെൻ്റ് ഒറിജിനാണ് അവർ. എന്നാലും അമേരിക്ക ഇത് ചെയ്തു. ഇനി നോക്കിക്കോ, ഇറാൻ ഒരു സ്ഥലത്തുണ്ട്. ഇറാനും ഒരു എക്സ്റ്റേണൽ വാറിനകത്ത് ഇടപെടുകയാണ്. അതായത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം. പക്ഷേ ഹമാസിനെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ഇറാനാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, നല്ലൊരു സാധ്യതയുണ്ട്, ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ബലൂചിസ്ഥാൻ ആർമിയെ ഫണ്ട് ചെയ്യുന്നുള്ളൊരു പറച്ചിൽ നമുക്ക് കേൾക്കാം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള എല്ലാവരെയും ഫണ്ട് ചെയ്യുന്നു. ഇത് പല രാജ്യങ്ങളിലും ചെയ്തു പോയ കാര്യമാണ്. അതും വ്യക്തമായിട്ട് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് എന്താ? വി ആർ ഡൂയിങ് ദ ഡേർട്ടി വർക്ക് ഫോർ ദ വെസ്റ്റ് ഇൻക്ലൂഡിങ് ബ്രിട്ടൻ. USA കാര്യം പറഞ്ഞു, ബ്രിട്ടൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആരും നിരപരാധികളല്ല. വേറെ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഇവരെല്ലാം എന്ത് ചെയ്യും? ഒരുമിക്കുന്നുണ്ട്, ടെററിസത്തെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിലിറ്റൻസിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദെയർ ഫോറിൻ പോളിസി. സാറിന് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോ കണ്ടിട്ട് നമുക്കൊരു UPSC ആസ്പിറന്റ് എഴുതി അയച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് കാശ്മീരിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പാകിസ്ഥാനിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണത്. അതെങ്ങനെയാണെങ്കിൽ ഇങ്ങനെ രണ്ടഭിപ്രായം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് കാശ്മീരിനെ പാകിസ്ഥാന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചുകൂടാ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? സ്പെയിൻ ഒരിക്കലും കാറ്റലോണിയ വിട്ടുകൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുർദിസ്ഥാൻ ടർക്കി വിട്ടുകൊടുത്തിട്ടില്ല, സിറിയ വിട്ടുകൊടുത്തിട്ടില്ല. അതുപോലെ ചൈനയെ നോക്കിക്കഴിഞ്ഞാൽ ഉയ്ഗുറുകൾക്ക് സ്വന്തമായിട്ട് നാട് വേണമെന്ന് പറഞ്ഞു, അത് ചൈനയും വിട്ടുകൊടുത്തിട്ടില്ല. റഷ്യ ചെച്ചന്യോ ദാഗിസ്ഥാനോ സെപ്പറേറ്റ് ആയിട്ട് വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു പാകിസ്ഥാനും ഇന്ത്യ നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. കാരണം ഇന്ത്യക്കാണ് സോവറിൻ റൈറ്റ്സ് ഓവർ ജമ്മു ആൻഡ് കാശ്മീർ. കാരണം അവിടുത്തെ രാജാവ് അക്സീഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഓക്കെ, ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതിനകത്ത് വേറെ കുറേ ആംഗിളുകളൂടെ വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കാശ്മീരിലുള്ളവർക്ക് എല്ലാവർക്കും പാകിസ്ഥാനിലേക്ക് ലയിക്കാനാണ് താല്പര്യം. അങ്ങനെയല്ല. ഇത് നിങ്ങൾ 1948-49 സമയത്ത് ഒരു യുദ്ധം നോക്കിയാൽ മതി. ഒരു മക്ബൂൾ ഷെർവാനി എന്ന് പറഞ്ഞൊരു കാശ്മീരി യൂത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഈ ലഷ്കറുകൾ ഈ സ്ഥലം അറ്റാക്ക് ചെയ്ത കഥ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ലഷ്കറുകൾ അറ്റാക്ക് ചെയ്തിട്ട് ഏകദേശം അവർ ശ്രീനഗറിൻ്റെയൊക്കെ അടുത്ത് എത്താറായപ്പോൾ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിയപ്പോൾ അവരെ വഴി തെറ്റിച്ചുകൊണ്ട് കൊണ്ടുപോയത് ഒരു കാശ്മീരി യൂത്താണ്. ശ്രീനഗറിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ലഷ്കറുകളെ വഴി തെറ്റിച്ച് കൊണ്ടുപോയി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂവ് ഈ ലഷ്കർ തിരിച്ചറിഞ്ഞു, ഈ മക്ബൂൾ ഷെർവാനിയെ കൊന്നു കളഞ്ഞു.
ഈ മക്ബൂൾ ഷെർവാനിയെ ഇപ്പോഴും ഇന്ത്യൻ ആർമി കാണുന്നത് ഒരു ഹീറോ ആയിട്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് എൻറ്റയർ കാശ്മീരി യൂത്ത് അല്ലെങ്കിൽ പോപ്പുലേഷൻ പാകിസ്ഥാനെ സ്നേഹിച്ച് കിടക്കുമെന്ന്. അങ്ങനെയല്ല, ഒരു വിഭാഗം അങ്ങനെ കാണും, എൻറ്റയർലി അങ്ങനെയല്ല. പിന്നെ അന്നൊരു പ്ലബിസൈറ്റ് നടന്നിരുന്നെങ്കിൽ ഓക്കെ, ഇന്നത്തെ സാഹചര്യം മാറി. കാരണം കശ്മീരിൽ ഓബ്വിയസ്ലി പാകിസ്ഥാൻ ഡെമോഗ്രഫിക് ഇൻവേർഷൻ നടത്തിയിരുന്നു. ഒരു എലക്ഷൻ നടത്തിയാൽ പോലും ചിലപ്പോൾ ഒരു പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുകയാണെങ്കിൽ പോലും അതിനകത്ത് ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്, റാഡിക്കലൈസ്ഡ് ആയി മാറിക്കഴിഞ്ഞു യൂത്ത്. പിന്നെ കശ്മീർ വിട്ടുകൊടുക്കുന്നതിൽ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻ ഒത്തിരി അധികം ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കും കശ്മീർ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പാകിസ്ഥാൻ പ്രശ്നങ്ങളെല്ലാം നിർത്തുമെന്ന്. അങ്ങനെയല്ല. കശ്മീർ വിട്ടുകൊടുത്താൽ അവർ അടുത്ത സ്ഥലം ക്ലെയിം ചെയ്യും. കാരണം കാശ്മീർ എന്ന് പറയുന്നത് അവരുടെ മേജർ ഇഷ്യൂ ആണ്. പക്ഷേ അതിനെക്കാട്ടി വലിയ ഇഷ്യൂ ആണ് ഇന്ത്യ. അതായത് പാകിസ്ഥാൻ സ്വന്തം അസ്തിത്വം ഡിഫെൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇന്ത്യ ഒരു ശത്രുവായിട്ട് കാണിച്ചു. അപ്പോൾ ഇന്ന് അവൻ കശ്മീർ ചോദിക്കും, നാളെ അവൻ പഞ്ചാബ് വേണമെന്ന് പറയും, അല്ലെങ്കിൽ പഞ്ചാബിനെ വേറെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പറയും. ഇത് ഖലിസ്ഥാനികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിങ് ISI തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോഴോ ഖലിസ്ഥാൻ്റെ ചീഫായ ഗുർപ്രീത് സിംഗ് പന്നു പറയുന്നത് കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സ്പീച്ച് പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഓബ്വിയസ്ലി കശ്മീർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പഞ്ചാബ് ചോദിക്കും, അല്ലെങ്കിൽ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ സ്ട്രാറ്റജിക്കലി നമ്മൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. കാരണം പാകിസ്ഥാൻ്റെ ടാർഗറ്റ് കശ്മീർ മാത്രമല്ല, ഇറ്റ് ഈസ് ടാർഗറ്റിങ് എൻറ്റയർ ഇന്ത്യ. കാരണം അവരുടെ എക്സിസ്റ്റൻസിൻ്റെ അത് ആവശ്യമാണ്. അവരുടെ പ്രശ്നം ഇന്ത്യയാണ്, കശ്മീർ മേജർ ഒരു പ്രശ്നമാണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പഞ്ചാബിൽ ഇപ്പോൾ വളരെയധികം ഡ്രഗ് പ്രോബ്ലം ഉണ്ട്. ഈ ഡ്രഗ് പ്രോബ്ലത്തിൻ്റെ ഒരു വലിയ റീസണും ISI തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ വെസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഗോൾഡൻ ക്രസൻറ്റ്. അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഈ 3 രാജ്യങ്ങൾ ചേരുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഏരിയ. ഓപ്പിയം പ്രൊഡക്ഷനൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഇവിടുന്ന് ഈ ഡ്രഗ്സ് നമ്മുടെ വെസ്റ്റേൺ ബോർഡർ വഴി ഇന്ത്യയെ കയറ്റുന്നത് പാകിസ്ഥാൻ്റെ പ്രോജക്റ്റാണ്. പാകിസ്ഥാൻ ഒരു പ്രോജക്റ്റ് K2 ഉണ്ട്, അവരുടെ ഇൻ്റലിജൻസിൻ്റെ പ്രോജക്റ്റാണ്. K2 എന്ന് പറഞ്ഞാൽ എന്താ? കശ്മീർ ആൻഡ് ഖലിസ്ഥാൻ. അപ്പം കശ്മീരിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഖലിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കി പഞ്ചാബിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക. അവിടേക്ക് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. പഞ്ചാബിൽ ഫുൾ അവർ സ്റ്റെബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ആർമിയുടെ കോൺസെൻട്രേഷൻ എവിടെ നിന്ന് മാറും? കശ്മീരിൽ നിന്ന് മാറി പഞ്ചാബിലേക്ക് അവർ ശ്രദ്ധിക്കും. ആ സമയത്ത് ഇവർക്ക് കശ്മീരിൽ കൂടുതൽ ഓപ്പറേഷൻസ് നടത്താം. അപ്പം ഇങ്ങനെയുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കശ്മീരിൻ്റെ ഒരു മേജർ ടാർഗറ്റ് കശ്മീർ ആണെങ്കിലും പാകിസ്ഥാൻ ആർമിയുടെ ടാർഗറ്റ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ ഒരു കശ്മീർ കൊണ്ട് അവർക്ക് കൊടുക്കുന്നത്? കശ്മീരിൻ്റെ ലൊക്കേഷൻ സ്ട്രാറ്റജിക്കാണ്. പിന്നെ ഇപ്പം ചൈനയും നമ്മളുമായിട്ട് ബോർഡർ ഉണ്ട്, ഇടയ്ക്ക് കുറച്ച് ബാരിയേഴ്സ് ഉണ്ട്. ചൈന നമ്മുടെ ഈസ്റ്റിലെ ചില സ്ഥലങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ അരുണാചൽ പ്രദേശ് അവരുടെ സദേൺ ടിബറ്റ് ആണെന്ന് പറയുന്നുണ്ട്, തവാങ് ആണെന്ന് പറഞ്ഞവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത്തിരി മുകളിൽ കിടക്കുന്ന ചൈനയെ കുറച്ചുകൂടെ നമ്മുടെ അടുത്തേക്ക് എടുക്കുന്നത്? അപ്പോൾ ചൈനയുടെ ബോർഡർ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, പാകിസ്ഥാനും ചൈനയും വളരെ വലിയ ഫ്രണ്ട്സ് ആണെന്നാണ് അവർ പറയുന്നത്. ഇനി പാകിസ്ഥാൻ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു സ്ഥലമുണ്ട്, POK നമ്മൾ പറയുന്ന ഷക്സ്ഗം വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. 1961 ചൈന ഈ ഷക്സ്ഗം വാലി എടുത്ത്, ചൈനയല്ല പാകിസ്ഥാൻ 1963 അവർ പിടിച്ചെടുത്ത POKയിൽ നിന്ന് ഷക്സ്ഗം വാലി എന്ന് പറഞ്ഞ സ്ഥലം ചൈനയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലീഗലി പിടിച്ചെടുത്ത ഒരു സ്ഥലം അവരെന്ത് ചെയ്തു? ചൈനയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അതൊരിക്കലും കണ്ടുവരാത്തൊരു കാര്യമാണ്. പിടിച്ചെടുത്തോ, ഓക്കെ, പിടിച്ചെടുത്തിട്ട് വേറെ രാജ്യത്തിന് ഗിഫ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഈ ചൈനയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകളാണ് ഈ പറയുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ഇതിലൊക്കെ നമ്മൾ സഹകരിക്കാത്ത എന്താണ്? POK എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. അവിടെ ചൈന കൺസ്ട്രക്ഷൻ നടത്തുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ ചൈന ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഞാൻ പറഞ്ഞ കാര്യം. എന്തിനാണ് ചൈനയെ നമ്മൾ മുകളിൽ നിന്ന് കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവരുന്നത്? ചൈനയുടെ ബോർഡർ പിന്നെന്താവും? കശ്മീർ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചാബും ഉത്തരാഖണ്ഡും എല്ലാം ചൈനയുടെ ബോർഡറിൽ കിടക്കും. കാരണം പാകിസ്ഥാന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലെ ഒരു ഭാഗം ചൈനയ്ക്ക് വിട്ടുകൊടുക്കാം. ചൈനയുടെ മിലിറ്ററി നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? ഇപ്പം തന്നെ പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിൽ ചൈനീസ് മിലിറ്ററിയുടെ പ്രസൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ കശ്മീർ വിട്ടാൽ നാളെ നമ്മുടെ കവാടത്തിൽ തന്നെ ആര് വന്ന് നിൽക്കും? ചൈനീസ് മിലിറ്ററി വന്ന് നിൽക്കും. അവർക്ക് പിന്നെ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്താൽ അങ്ങോട്ട് സുഖമായിട്ട് പോകാം. നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിനെ കട്ട് ചെയ്യാം, ചിക്കൻ മെക്കും കയറി പിടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ സ്ട്രാറ്റജിയിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലീഗലി ആ കാര്യത്തിൽ ഹരി സിംഗിൻ്റെ അക്സഷൻ ഉള്ളതുകൊണ്ട് നമുക്കാണ് അധികാരം. അപ്പോൾ ഒരു കാലത്ത് നമുക്ക് എന്ത് ചെയ്യണ്ട, പാകിസ്ഥാൻ ഒരിക്കലും നമ്മൾ കശ്മീർ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. സാറിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് പഹൽഗാം അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലാണ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ തുർക്കിയിലുമാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിൽ അറബ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രീസിന് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ? അപ്പോൾ റാഷിദ് ഈ ചോദിച്ച ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഡൈനാമിക്സ് നമുക്കൊന്ന് മനസ്സിലാകാം.
മിഡിൽ ഈസ്റ്റിൽ മേജർലി 3 പവറുകളെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ 2 പവറുകൾ, ടർക്കിയെ നമുക്ക് മാറ്റി നിർത്താം. സൗദി അറേബ്യ ഉണ്ട്, ഇറാനുണ്ട്. നമുക്കറിയാം മുസ്ലിം വേൾഡിൻ്റെ ഒരു ഇൻഫോർമൽ ഹെഡായിട്ട് നിൽക്കുന്നത് സൗദി രാജ്യകുടുംബം അൽ സൗദ് ഡൈനാസ്റ്റി. ഇവരാണ് മക്കയും മദീനയും കൺട്രോൾ ചെയ്യുന്നത്, ഹോളിയസ്റ്റ് പ്ലേസസ് ഓഫ് ഇസ്ലാം. അപ്പം അതിൻ്റേതായ ഒരു ബലം അവിടെ ഉണ്ട്. പക്ഷേ അവരുടെ എതിരെ വരുന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ ഈ അൽ സൗദ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അൽ സൗദ് രാജകുടുംബത്തെ വളർത്തിയതും അവരെ പവർഫുൾ ആക്കിയതും അമേരിക്കയാണ്. അപ്പം അമേരിക്ക പറയുന്നത് പോലെയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളൊരു പരാമർശം ഇവരുടെ എതിരെ പലപ്പോഴും വരാറുണ്ട്. ഇത് ബാക്കിയുള്ള മുസ്ലിം വേൾഡിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇപ്പം ആരാണ് ഇൻഫോർമൽ ഹെഡ്? സൗദി അറേബ്യ ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പുറത്ത് ഇറാനുണ്ട്. ഇറാൻ എന്ത് രാജ്യമാണ്? ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. സൗദി അറേബ്യ സഹിതം ബാക്കി രാജ്യങ്ങളിലെ സുന്നി ഫെയ്ത്തിലേക്ക് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇറാനും ആഗ്രഹമുണ്ട് എന്ത്? ഞാനായിരിക്കണം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൻ്റെ പവർഫുൾ പ്ലെയർ. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പലസ്തീൻ വിഷയം ഉണ്ടായപ്പോൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യ അല്ല. ആ പറയുന്ന GCCയിലെ പല രാജ്യങ്ങളും എല്ലാം തന്നെ അവർ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പരാമർശം ഇസ്രായേലിനെതിരെ നടത്തി. ആക്റ്റീവായിട്ട് സപ്പോർട്ട് കാണുന്നില്ല. പക്ഷേ ഇറാൻ നിങ്ങൾക്ക് കാണാൻ ദൂരത്തുള്ള ഇറാനാണ്. ഇറാൻ പക്ഷേ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഹമാസിനെ ഫണ്ട് ചെയ്യുന്നു. ഹമാസ് ഒരു സുന്നി ഓർഗനൈസേഷനാണ്, ഇറാൻ ഷിയ രാജ്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇറാൻ്റെ പവർ പൊസിഷനാണ്. ഇറാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? സൗദി അറേബ്യയും കൊണ്ട് ഒന്നും നടക്കില്ല, എല്ലാം ചെയ്യണമെങ്കിൽ ഞങ്ങൾ വേണം. അപ്പം ഇങ്ങനെ 2 ഗ്രൂപ്പുകൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഇവർക്കും എല്ലായിടത്തും അവരുടെ ഇൻഫ്ലുവൻസ് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ആയത്തുള്ള ഖൊമേനി പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കാശ്മീരിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശം നടത്തുന്നുണ്ട്. കാശ്മീരിനെതിരെ പരാമർശം നടത്തുമ്പോൾ ആയത്തുള്ള ഖൊമേനി കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താ? മുസ്ലിം വേൾഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സഹായിക്കാൻ ഇറാനേ ഉള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, സൗദിയുടെ റോളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാലം വരെ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത രാജ്യം സൗദിയാണ്. പിന്നെ കൺസർവേറ്റീവ്സും അവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഇതിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താ? മുഹമ്മദ് ബിൻ സൽമാൻ്റെ വരവാണ്. ഇപ്പോൾ അവിടുത്തെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനാണ്. ഇദ്ദേഹം അത്രത്തോളം കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. കുറേ അധികം ഇദ്ദേഹം ലിബറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, എണ്ണ കൊണ്ട് എന്നും ജീവിച്ചു പോകാൻ പറ്റില്ല. എണ്ണ വെച്ച് ജീവിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. അപ്പം മുഹമ്മദ് ബിൻ സൽമാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ ആഗ്രഹിക്കുന്നു. അതായത് സൗദി ഇക്കണോമി, ഇദ്ദേഹത്തിൻ്റെ വിഷൻ 2030 ഉണ്ട്. സൗദി ഇക്കണോമിയെ വ്യാപിക്കണം, വെസ്റ്റുമായിട്ട് വലിയ പ്രശ്നമില്ലാതൊക്കെ പോകണം. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, USA-യുടെ ഒരു ശ്രമമുണ്ട്, അബ്രഹാമിക് അക്കോർഡ്. ഇസ്രായേലും ചില മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ ആര് ശ്രമിക്കുന്നുണ്ട്? USA ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ I2 U2 എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ടോ? ഇന്ത്യ, ഇസ്രായേൽ, UAE ആൻഡ് US. അപ്പം ഇവിടെ നിങ്ങൾ കാണുന്ന മിഡിൽ ഈസ്റ്റ്, ഇസ്രായേൽ, ഇന്ത്യ, ഈ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ USA നോക്കുന്നുണ്ട്. 2 സ്ഥലത്തും നമുക്കിത് കാണാം. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന സൗദി അറേബ്യ എന്ത് ചെയ്തിട്ടുണ്ട്? പാകിസ്ഥാനോടുള്ള ഒരു അടുപ്പം ഈ ഇടയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, സൗദിയിലെ രാജാവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാർ ഓടിക്കാൻ ഡ്രൈവറായിട്ടിരിക്കുന്ന പാകിസ്ഥാൻ പ്രസിഡൻ്റ് ആയിരിക്കും. ഇമ്രാൻഖാൻ ഇങ്ങനെ സൗദി പ്രിൻസ് വന്നപ്പോൾ, രാജാവോ പ്രിൻസോ വന്നപ്പോൾ ഇമ്രാൻഖാനാണ് വണ്ടി ഓടിച്ചത്, രാജാവോ പ്രിൻസോ പുറയിലിരുന്നു. അപ്പോൾ സൗദി ഒരു കാലം വരെ പാകിസ്ഥാനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞാലേ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ഇതിനകത്ത് ഇന്ത്യയില്ല. പക്ഷേ പാകിസ്ഥാനെ കാട്ടി കൂടുതൽ മുസ്ലിംസ് ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ പ്രഷർ കാരണമാണ് ഇന്ത്യ അതിനകത്ത് കയറാൻ പറ്റാത്തത്. സൗദി ഒരു കാലം വരെ എന്ത് ചെയ്തിട്ടുണ്ട്? പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം കാര്യം മാറി. ഇപ്പം ഇന്ത്യയായിട്ട് സൗദി വളരെ ക്ലോസ് ആണ്. USA-യുമായിട്ട് സൗദി എന്താണ്? ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദേ ആർ സ്റ്റിൽ ക്ലോസ്. ചിലർ പറയുന്നു മുഹമ്മദ് ബിൻ സൽമാൻ ഒന്നും ചെയ്യാത്തത് USA-യുമായിട്ടുള്ള ക്ലോസ്നെസ് കാരണമാണ്. പിന്നെ അവർക്ക് അവരുടെ എക്കണോമി എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ദിസ് ഇസ് ദ റീസൺ. ഇത് പാകിസ്ഥാനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സൗദി പണ്ടത്തെ പോലെ ഇത് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ ഈ ഇടയ്ക്ക് മോദിജിയുടെ വിസിറ്റ് നോക്കിയാൽ മതി. കാരണം പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഫ്ലൈറ്റ് പോകുമ്പോൾ ചുറ്റും സൗദിയുടെ ഫൈറ്റർ വിമാനങ്ങൾ അകമ്പടി പോകുന്നു. ഇതൊരു സിഗ്നലിംഗ് ആണ്. ഇത് പാകിസ്ഥാൻ ഒരിക്കലും ഇട്ടുവരുന്നു. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഇറാൻ്റെയും സൗദിയുടെയും കാര്യം. ഇപ്പോൾ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തേർഡ് പ്ലെയർ ആണെന്ത്? ടർക്കിക്ക് എന്താണ് ഇത് റോള്? ടർക്കി ശരിക്കും പറഞ്ഞാൽ ഓട്ടോമൻ എംപയറിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനാണ്. അത് ഓട്ടോമൻ എംപയർ വളരെ സ്ട്രോങ് ആയിരുന്നു. നിങ്ങൾ ഓട്ടോമൻ കലൈഫേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പം ടർക്കിയുടെ പഴയ പ്രതാപത്തിൽ, അല്ലെങ്കിൽ ഓട്ടോമൻ എംപയറിലെ പഴയ പ്രതാപത്തിലേക്ക് ടർക്കിയെ തിരിച്ചു കൊണ്ടുവരാൻ അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എർദ്രോഗൻ ആഗ്രഹിക്കുന്നത് എന്താ? മുസ്ലിം വേൾഡിൻ്റെ ശരിക്കുള്ള ഹെഡ് ആരായിരിക്കണം? ടർക്കി ആയിരിക്കണം. കാരണം സൗദി അറേബ്യയെ ആര് ബലൂൺ ചെയ്ത് കൊണ്ടുവന്നതാണ്? USA കൊണ്ടുവന്നതാണ്. അവരുടെ കയ്യിൽ 2 ഹോളി സൈറ്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കാലിഫേറ്റ് ഞങ്ങളുടെ ആയിരുന്നു. ഇസ്ലാം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തത് ഒട്ടോമൻസിൻ്റെ അണ്ടറിലാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ്?
അവർക്ക് ആ പഴയ പ്രതാപം തിരിച്ചെടുക്കണം. അപ്പോൾ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങളാണ് ഇടപെടുന്നതെന്ന് കാണിക്കാനുള്ള ശ്രമം ആര് കാണിക്കും? ടർക്കി കാണിക്കും. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. കശ്മീരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടർക്കി, സൗദി അറേബ്യ ഇല്ലെങ്കിൽ പോട്ടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആരുടെ കൂടെ നിൽക്കുകയാണ്? പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയാണ്. ഈ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഹൽഗാം ഇൻസിഡൻസ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് ടർക്കിയുടെ C-130 എന്താ പറയുക, പാസഞ്ചർ എയർക്രാഫ്റ്റ് അല്ല, മിലിറ്ററി ഹാർഡ്വെയർ ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റാണ്. അതിനകത്ത് പാകിസ്ഥാന് സപ്ലൈസ് വന്നു എന്നുള്ള ഒരു ന്യൂസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ടർക്കി പാകിസ്ഥാൻ എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അവരത് ഡിനേ ചെയ്യുന്നുണ്ട്, കാരണം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്തൊരു റോൾ ഉണ്ടാവണ്ടല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ടർക്കി ഇടപെടേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ചിലപ്പോൾ ടർക്കി ഇടപെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇതാണ് ടർക്കിയുടെയും സൗദി അറേബ്യയുടെയും റോൾ. സൗദി അറേബ്യ ഇപ്പോൾ വെസ്റ്റുമായിട്ട് കുറച്ച് ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുമായിട്ട് അതിന് നല്ല അടുപ്പമുണ്ട്. പാകിസ്ഥാനെ പണ്ടത്തെ പോലെ അത് സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പാകിസ്ഥാന് പുതിയ അലൈ വേണം. അതിലൊരു അലൈയാണ് ആര്? ടർക്കി എല്ലായിടത്തും ഞാനാണ് മുസ്ലിം വേൾഡിൻ്റെ റിയൽ ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയ ഹെഡെന്ന് കാണിക്കാൻ ശ്രമിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇറാൻ്റെ റോളും ടർക്കിയുടെ റോളും സൗദിയുടെ റോളും ഏകദേശം ക്ലിയറായി. നിങ്ങളൊരു UPSC ആസ്പിരൻ്റ് ആണോ? കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ എക്കണോമി, ഹിസ്റ്ററി, ജോഗ്രഫി, സെക്യൂരിറ്റി, സൊസൈറ്റി മുതലായ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് ആണെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം. തീർച്ചയായും അടുത്ത വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും.